മാസത്തോളമായി ഈ ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം കരിയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ പറയുകയാണെങ്കിൽ MBA ഒക്കെ കഴിഞ്ഞ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി. ഇപ്പം എൻ്റെയൊക്കെ പ്രായത്തിലുള്ള എല്ലാ ആൾക്കാരും എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് യാദൃശ്ചികമായിട്ട് വരുന്നത്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ ഇപ്പം 10ാം ക്ലാസ് മുതലേ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തിട്ടാണ് MBA വരെ പഠനം പൂർത്തിയാക്കിയത്. MBA ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരായിരുന്നു. അവിടെ ഒരു ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായി എന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ളത് കുറച്ചു കാലം അവിടെ നിന്നപ്പോൾ തന്നെ മനസ്സിലായി. ജീവിച്ചു പോകാൻ പറ്റും എന്നുള്ളതല്ലാതെ നമുക്ക് വലിയ സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ എല്ലാ മലയാളികളും ചിന്തിക്കുന്നത് പോലെ തന്നെ വിദേശത്തേക്ക് പോവുക എന്നുള്ള രീതിയിലൊരു അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ദുബായിൽ പോകാനുള്ള പ്ലാനിങ് ആയി. നാട്ടിൽ വന്ന് ഗൾഫിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നിൽക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് മൈ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ബ്രദറിന്റെ ഫ്രണ്ടാണ്, ആളുമായിട്ടൊരു കണക്ഷൻ വരുന്നത്. അപ്പോൾ ആള് ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചുവന്ന ബോട്ടിലിൽ ഒരു പ്രൊഡക്റ്റ് അല്ല കൊടുക്കുന്നുണ്ട്, അത് ഒരു ചുവന്ന ബോട്ടിലിന് ആള് സാമ്പിളായിട്ട് ഹോമിയോ ഗുളികന്റെ ഒരു ബോട്ടിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് എന്തോ ഒരു എണ്ണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സാധനം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ്. ആ ചോദിച്ചതിന്റെ റിസൾട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കാരണം. അന്ന് ചോദിച്ചപ്പം ആള് എന്താ പറയാ, ഇത് മാരകമായിട്ടുള്ള സാധനമാണ്, ഇത് തേച്ച് കഴിഞ്ഞാൽ മുട്ടുവേന നടുവേന ഒക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഭയങ്കരമായിട്ട് അത് പ്രൊജക്ട് ചെയ്ത് പറഞ്ഞു. എനിക്ക് മുട്ടുവേന നടുവേന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഫാദർ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. മട്ടന്നൂർ കണ്ണൂർ എയർപോർട്ടിൽ വണ്ടി എടുക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആൾക്ക് ഇടക്കിടക്ക് മുട്ടുവേന നടുവേനയുടെ ഒക്കെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഫാദറിന് ഇത് കുറച്ചൊന്ന് കൊടുത്തു നോക്കാം എന്നുള്ള രീതിയിൽ ഞാനും സാമ്പിളായിട്ടാണ് ആദ്യം വാങ്ങിച്ചത്. അതായത് ഹോമിയോ ഗുളികേൻ്റെ ഒരു ബോട്ടിലായിട്ട് കുറച്ച് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊടുത്തതാണ്. അപ്പം എന്നോട് ആള് ഇത് കടയിലൊന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് വീട്ടിൽ കൊടുത്തു. വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഫാദറും മദറും തന്നെയാണ് പറഞ്ഞത്, അതായത് സംഭവം അടിപൊളിയാണ്, നല്ല റിസൾട്ട് ഉണ്ട്, വേദനയൊക്കെ നല്ല മാറ്റമുണ്ട്, നീ എന്തായാലും ഇത് കടയിലൊന്നും കിട്ടാത്ത സാധനമല്ലേ, ഒരു ബോട്ടിൽ എന്തായാലും വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ഈ ഒരു ബോട്ടിലിന് വേണ്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പം എന്നെ അങ്ങോട്ട് വിളിച്ച സമയത്ത് വീട്ടിലേക്ക് കിട്ടുമോയെന്ന് അറിയില്ല എന്നൊക്കെ ആദ്യം എന്നോട് പറഞ്ഞത്. ഇത് കിട്ടുമോയെന്ന് അറിയില്ല, നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്തിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് ഞാൻ അറിയുന്നത് ആളെ കട്ടിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ഈ സാധനം ഉണ്ട് എന്നുള്ളത്. ആള് നല്ല ഡിമാൻഡ് ആക്കിയിട്ടാണ് എനിക്ക് സാധനം തന്നത്. അങ്ങനെ ഞാൻ രണ്ടാമത് ഈ പ്രൊഡക്റ്റിന് വിളിച്ച് ആൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാധനം കിട്ടിയിട്ടുണ്ട്, നീ വന്നോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി സാധനം എടുക്കാൻ വേണ്ടി. രാവിലെ ഒരു 8 മണി സമയമായിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് എടുത്ത് വരാൻ നോക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നിനക്ക് ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് പറഞ്ഞു. ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ സാധാരണ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബിസിയാന്നൊക്കെയാണെന്നല്ലോ പറയുക. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് തിരക്കാന്നൊക്കെ പറഞ്ഞു. ആൾ എന്നോട് പറഞ്ഞു, ഇന്ന് തലശ്ശേരിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നീ MBA ഒക്കെ കഴിഞ്ഞല്ലേ, ഒരു വലിയൊരു ബിസിനസ് സെമിനാറാണ്, അവിടെ ലക്ഷങ്ങളൊക്കെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ക്ലാസ്സിൽ നിന്നൊന്നും കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്, ഞാൻ പോയി അങ്ങനെ ഇരിക്കാറില്ല. അപ്പം ഞാൻ പറഞ്ഞോടെ ഇന്ന് കുറച്ച് തിരക്കാണ്, നമുക്ക് വേറൊരു ദിവസം നോക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞ് ഞാൻ ആ പ്രോഗ്രാമിലേക്ക് എന്തായാലും 2 പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിന് ഇന്നിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആ പാസ് തരാം, ഉച്ചക്ക് നല്ല ഫുഡൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അത് അട്രാക്ട് ചെയ്തു. വെറുതെ വീട്ടിലിരിക്കുന്നതാണ്, ആളെ കൂടെ പോവാ, ഫുഡ് അടിച്ചിട്ട് വരാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു, നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഒരു ഫുഡ് അടിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം, അതായത് ഈ ബിസിനസ്സിലേക്ക് വരേണ്ട ഒരു കാരണവും എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ള ഉദ്ദേശത്തിൽ മാത്രം ആളെ കൂടെ ബൈക്കിൽ കയറി തലശ്ശേരിയിൽ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ പോകുമ്പം ലക്ഷങ്ങളെ കഥകളൊക്കെയാണല്ലോ പറയാ സാധാരണ. നമ്മളെ ബിസിനസ് പ്ലാനൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞു, അവിടെ ഇതെന്തോ ഒരു കമ്പനിയുടെ ഉടായ്പ പരിപാടിയാണ്, നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകാനൊക്കെ നോക്കിയതാണ്. അപ്പോൾ ആള് പറഞ്ഞു എന്തായാലും വന്നില്ല, ഉച്ചയ്ക്ക് നമുക്ക് ഫുഡും കൂടി അടിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തി. ആ ഫുഡിന് മുന്നേയുള്ള തൊട്ട് മുന്നത്തെ സെഷൻ അതുവരെ ഞാൻ ഒന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു സെഷൻ എനിക്ക് അന്ന് അവിടെ നിന്ന് കിട്ടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മൈലേജ് സ്റ്റൈൽ കരിയർ ആയിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. വോയിസ് എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടോ? ചെറിയൊരു ഇതുണ്ടായിരുന്നു, കുഴപ്പമില്ല. ക്ലിയർ ആണോ? ഓക്കെ. ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെ മുബീൻ സാറിന്റെ ഒരു സെഷൻ എനിക്കന്ന് അവിടെ നിന്ന് കിട്ടി. ആളുടെ കണ്ടിന്യൂസ് 2,10,000 വെച്ചിട്ടൊക്കെ കിട്ടുന്ന സ്ക്രീൻഷോട്ട് സഹിതമൊക്കെ അവിടെ നിന്ന് കണ്ടു. മാസം അന്നത്തെ സമയത്ത് ഒരു 30-35 ലക്ഷം രൂപയൊക്കെ വരുമാനം വാങ്ങിക്കുന്ന
ഒരു സംഭവം എനിക്ക് വലിയൊരു അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. പക്ഷെ എന്നാലും എനിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഇവർക്കൊക്കെ ഇത് പറ്റും, ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും ആവൂല എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ചെയ്യാനുള്ള ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആള് വളരെ കൃത്യമായിട്ട് തന്നെ ഏത് സാധാരണക്കാരനും ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു. അതായത് ഈ ടീം വർക്കിന്റെ പവറും മാൻ പവർ മൾട്ടിപ്ലിക്കേഷന്റെ പവറും ഒക്കെ അവിടെ നിന്ന് കാണിച്ചു തന്നു. അപ്പം എനിക്ക് ഇത് ഒന്ന് അറിഞ്ഞുകൊള്ളാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ പിന്നീട് ഞാൻ ഇതിന്റെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള, അതായത് എന്റെ ഫ്രണ്ടിനെ ഞാൻ പോയിട്ട് രണ്ടാമത് പോയിട്ട് അപ്രോച്ച് ചെയ്തു. പക്ഷെ ആള് പറഞ്ഞു ഇത് ഞാൻ MBA ഒക്കെ കഴിഞ്ഞാണല്ലോ, മാത്രമല്ല എന്റെ ബ്രദറിന്റെ ഒരു ഫ്രണ്ടും കൂടി, അടുത്ത ഫ്രണ്ടും കൂടിയാണ്. അപ്പൊ ബ്രദറൊക്കെ ചിലപ്പം ആളെ തെറി പറയും ഞാൻ ഈ ബിസിനസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആള് പറഞ്ഞു നീ ഇത് പാർട്ട് ടൈം ആയിട്ട് നോക്കിയാൽ മതി, ഫുൾ ടൈം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളെന്നെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ എനിക്കിത് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ചെയ്യുന്നുണ്ടെങ്കിൽ വൃത്തിക്ക് ചെയ്യണം, ഫുൾ ടൈം ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആളുടെ അപ്ലൈ ലീഡേഴ്സിനൊക്കെ തേടി പിടിച്ചു. മറ്റാരായിരുന്നില്ല, മുഹമ്മദ് ഇജാസ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അങ്ങോട്ട് പോയി ആളടുത്ത് സംസാരിച്ചു, എന്റെ ID ഒക്കെ അടിച്ചു, പ്രൊഡക്റ്റ് കുറച്ച് സാമ്പിൾ ആയിട്ട് പർച്ചേസ് ചെയ്തു. ഓൾറെഡി ചാമ്പിത്തൈലം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും, സാമ്പിൾ ആയിട്ടുള്ള എടുത്ത പ്രൊഡക്റ്റ്. അതിന്റെ കൂടെ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഏകദേശം ഒരു 10-23 അടുത്തുള്ള ലിസ്റ്റ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മൊത്തം എടുക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം ഒരു 7 ഉറുപ്പ്യന്റെ ഒക്കെ പ്രൊഡക്റ്റ് എടുത്തു. അത് ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നീട് നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് കണ്ടപ്പോൾ വീണ്ടും പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ എടുത്ത് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. സാധനം എടുത്ത് നല്ല രീതിയിൽ ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തു. ഒരു ഹെയർ ഓയിൽ കൊടുത്താൽ തന്നെ പിന്നെയും 2-3 പീസൊക്കെ ഓർഡർ വരാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം വിറ്റിട്ടൊക്കെ നല്ല ലാഭമൊക്കെ കിട്ടുന്നത്. അപ്പം നല്ല രീതിയിൽ റീറ്റെയിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. പിന്നീട് ഞാൻ ഈ ബിസിനസ് ഞാൻ പറഞ്ഞ ഇതെല്ലാവരും കേൾക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം ഞാൻ MBA ഒക്കെ കഴിഞ്ഞാണ്. എൻ്റെ കൂടെ ഡിഗ്രിക്കൊക്കെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഞാൻ ബാംഗ്ലൂരൊക്കെ ഉള്ള സമയത്ത് എന്നെ വിളിക്കാറുണ്ട്, എടാ എന്തെങ്കിലും ഒരു ജോബ് സെറ്റാക്കി തരുമോ, എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ കണക്ട് ചെയ്ത് തരുമോ, എന്ത് പണിയെടുക്കാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പണിയെടുക്കാൻ റെഡിയുള്ള ആൾക്കാർ ആഴ്ച 2 ദിവസം കിട്ടുന്ന പണി എന്തായാലും എടുക്കുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ എന്നോട് ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ആരുടെ സംസാരിക്കരുത് എന്നൊക്കെ. പക്ഷെ ഞാൻ അതൊന്നും വകവെക്കാതെ തന്നെ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ഫോണിലൂടെയൊക്കെ ബിസിനസ് വിളിച്ചിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിച്ചു. ആദ്യം കുറച്ച് ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിച്ച, പ്രൊഡക്റ്റ് എടുക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ച ആൾക്കാർ വരെ പിന്നെ പ്രൊഡക്റ്റ് എടുക്കാത്ത അവസ്ഥയായി. ഏകദേശം ഞാൻ 70 മേലെ ആൾക്കാരുടെ അടുത്ത് ബിസിനസ് സംസാരിച്ചു ഒറ്റയ്ക്ക് തന്നെ. ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെയാണ് ലീഡേഴ്സ് പറയുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ഒരു GTS പ്രോഗ്രാമിലേക്ക് ഞാൻ ഒരു 5 പേരെ കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് ഒരു വ്യക്തി എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അദ്ദേഹം എൻ്റെ ടീമിൽ തന്നെ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞു, മുഹമ്മദ് സിനാൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡയറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 3-4 ആൾക്കാർ മാത്രമാണ് എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 4 ആൾക്കാരെ വെച്ച് തുടങ്ങിയ ബിസിനസ് ഇപ്പം 25,000-ഓളം വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ടേൺ ഓവർ പറയുകയാണെങ്കിൽ 30 കോടിയോളം ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ടീമിൽ ഇന്ന് 19ഓളം സീലിംഗ് അച്ചീവ്സ് 2,10,000 എന്ന മാജിക്കൽ ഫിഗർ ടച്ച് ചെയ്തിട്ടുള്ള വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു സ്ലൈഡ്, ഒരു ഫോട്ടോസിന്റെ ഒരു സ്ലൈഡ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. നൊന്ത് കൊടുത്തിട്ട് കാര്യമില്ല. സാറേ കാണുന്നുണ്ടോ ഇത്? ഓക്കെ സാർ, ഓക്കെ. സ്ലൈഡ് വന്നിട്ടില്ലേ? ഓക്കെ അല്ലേ? ചന്ദ്ര സാറേ കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ സാറേ? ഓക്കെയാണ്. ക്ലിയർ ആണ്. ഇപ്പൊ എന്റെ ആദ്യത്തെ ഒരു അച്ചീവ്മെന്റ് പറയുകയാണെങ്കിൽ, മട്ടന്നൂർ ആദ്യമായിട്ട് ചെറിയൊരു സെലിബ്രേഷൻ പ്രോഗ്രാം വെച്ച സമയത്ത് ഒരു ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ റാങ്ക് അടിക്കണം എന്നുള്ള രീതിയിൽ അതിയായ ആഗ്രഹം വെച്ചു, ശക്തമായി അതിനുവേണ്ടി പ്രവർത്തിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന് മുന്നേ ഒരു 2 ആഴ്ച മാത്രം സമയം ഉണ്ടായിരുന്ന സമയത്ത് അതുവരെ ലീഡേഴ്സൊക്കെ ലിസ്റ്റ് ഇടണം, കോണ്ടാക്ട് ലിസ്റ്റ് ഇടണം, നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും
വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലീഡേഴ്സ് പറഞ്ഞതുപോലെ കണ്ണടച്ച് കൂടെ നിന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു പ്രോഗ്രാമാണ്. ബോണസ് അടിക്കാൻ പറ്റി. സാറേ നിങ്ങള് അനുവിന് അതുപോലെ തന്നെ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്ക് ക്രോസ് ചെയ്ത് ഏരിയ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്താൻ വേണ്ടി പറ്റി. ഇതുപോലുള്ള പ്രോഗ്രാമുകളാണ് സാറേ തീർച്ചയായിട്ടും നമ്മളെ സാറേ ഈ ബിസിനസ്സിൽ അനുവിനെ വിളിച്ചു അനുവിനെ തുടക്കത്തിൽ ഒരു അച്ചീവ്മെന്റിലേക്കൊക്കെ അനുവിനെ എത്തുന്നത്, അനുവിനെ അല്ലെങ്കിൽ ഒരു റാങ്ക് ഒക്കെ ഓ ഇങ്ങോട്ട് എത്തുന്നത്. വിളിക്കുന്നേ ഞാൻ ആ റെക്കോർഡാ റാങ്ക്, അതായത് ഈ ഒരു ഒന്ന് വിളിക്കാം അനുവിനെ പ്രോഗ്രാമിൽ വിളിക്കുന്നത് റെക്കോർഡാ. ഈ ഒരു അച്ചീവ്മെന്റ്, ഒരു മൊമെന്റോ നേടിക്കൊണ്ട് സ്റ്റേജിൽ കയറാൻ വേണ്ടി പറ്റിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ നിലയിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അതായത് തുടക്കത്തിലുള്ള ഒരൊറ്റ അച്ചീവ്മെന്റിന് വേണ്ടി ശക്തമായി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ പടിപടിയായി ഉയർത്താനുള്ള വലിയൊരു കാരണമായിട്ട് മാറും. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ TC ആയി. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിനാൻ സാർ ഉൾപ്പെടെയുള്ള കുറച്ച് വ്യക്തികൾ ഉണ്ടായിരുന്നു. അവർക്കൊരു ആഗ്രഹം വന്നു, എനിക്ക് ഇതേപോലെ TC ആവണം, എനിക്ക് ഇതേപോലെ സ്റ്റേജിൽ കയറണം എന്നുള്ള ആഗ്രഹം വന്നു. പിന്നീട് അവരെ കൂടെ നിന്നുകൊണ്ട് അവരും ഇതേപോലെ പതിയെ പതിയെ റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ എനിക്ക് ചെറിയ ഒരു അച്ചീവ്മെന്റ് നെക്സ്റ്റ് നേടാൻ വേണ്ടി പറ്റി. അതായത് ഒരു റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഞാൻ എടുത്തു. ഒരു 5 വയസ്സായിട്ടുള്ള ടീമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ചെയ്ത ബുള്ളറ്റിൽ എടുക്കാൻ പറ്റുമല്ലേ, എന്നാൽ പിന്നെ നമ്മൾ കട്ടൊക്കെ ഉണ്ട് എന്നിട്ട് എന്ത് ചെയ്തു, അവര് വീണ്ടും ശക്തം, അതായത് ഒരു തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി. തായ്ലൻഡിൽ വെച്ചിട്ടുള്ള ഫോട്ടോസാണിത്. ഞാൻ പാസ്പോർട്ട് എടുത്തത് ഗൾഫിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആദ്യമായിട്ട് ഈ പാസ്പോർട്ടിൽ വിസ കുത്തുന്നത് കിങ്ഡം ഓഫ് തായ്ലൻഡ്, അതായത് തായ്ലൻഡിലേക്കുള്ള മൈ ലൈഫ് സ്റ്റൈലിലൂടെയുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. അപ്പോൾ ഇത് പോയി വന്നപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. അതായത് ഞാനില്ലാതെ തന്നെ ഈ ബിസിനസ് നടക്കുന്ന ഒരു സമയം വരും എന്നുള്ള രീതിയിൽ. അതായത് ഒരാഴ്ചയോളം ഞാൻ തായ്ലൻഡിൽ ഉണ്ടായ സമയത്ത് നാട്ടിലുള്ള ഒരാളെയും കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ റിപ്ലൈ രാത്രി റൂമിലൊക്കെ വന്നതിനാൽ കൊടുക്കും എന്നല്ലാതെ കാര്യമായിട്ടുള്ള ഇടപെടലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ തായ്ലൻഡ് പോയി നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ID ചെക്ക് ചെയ്തപ്പം ഏകദേശം 6 ലക്ഷത്തോളം ബിസിനസ് ഞാനില്ലാതെ അന്നത്തെ സമയത്ത് നടന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ മനസ്സിലായി. ശക്തമായിട്ട് വീണ്ടും ഏറ്റെടുത്തു. എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് 2018 ഫെബ്രുവരിയിൽ മുബീൻ മുഹമ്മദ് സാറ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം മുന്നിൽ വന്നു. ആ പ്രോഗ്രാമിലേക്ക് ഒരു മെഡലൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒരു സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇതേപോലെ മെഡൽ വാങ്ങിക്കണമെന്നും സ്റ്റേജിൽ കയറണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അവരുടെ കൂടെ ശക്തമായിട്ട് 19 പെർഫോമൻസ് ബോണസ് അച്ചീവേഴ്സ് 19 പെർഫോമൻസ് എനിക്ക് 2-3 റാങ്ക് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റി. അതിലൂടെ അന്ന് മുബീൻ സാറൊക്കെ ആ ഭ്രമരം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ മെഴ്സിഡീസ് വണ്ടിയിലൊക്കെയാണ് കയറിയത്. ഞാൻ ജസ്റ്റ് ഒരു റാങ്ക് അടിച്ച് സ്റ്റേജിൽ കയറണം എന്ന് മാത്രം ചിന്തിച്ചിരുന്ന എനിക്ക് അതേ വേദിയിൽ ഒരു എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 ലക്ഷത്തോളം വില വരുന്ന ഒരു എന്ന് പറഞ്ഞ ഒരു ബൈക്ക് സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി പറ്റുന്ന അവസ്ഥ വന്നു. ഇതുകൂടി ആയപ്പോഴേക്ക് എൻ്റെ തുടക്കത്തിൽ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഞാൻ ബിസിനസ് പറഞ്ഞപ്പം പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരൊക്കെ പിന്നീട് അംഗീകരിക്കുന്ന രീതിയിലേക്ക് നീ അല്ലെങ്കിൽ എവിടെയും എത്തും എന്നറിയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തുടക്കത്തിൽ നമ്മൾ നെഗറ്റീവ് കേട്ടിട്ട് പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ സംസാരം കേട്ടിട്ട് നമ്മൾ തളർന്നതിനാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. ഭാവിയിൽ ഇവര് തന്നെ അംഗീകരിക്കുന്ന ഒരു സമയം എന്തായാലും വരും എന്നുള്ളത് ശരിക്കും എനിക്ക് ലൈഫിൽ അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റി. എടുത്തതിന് ശേഷം ബിസിനസ് നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി പറ്റി. അതിനുശേഷം പിന്നീട് ഒരു 4 വീലർ, ഒരു സ്വിഫ്റ്റ് കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അഗെയിൻ എത്തിയിട്ടുണ്ട്. പിന്നീട് കോവിഡൊക്കെ വന്നു. അറിയാം, നല്ല രീതിയിൽ എല്ലാവർക്കും ബിസിനസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടാത്ത ഒരു സമയമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ സൂം ആപ്ലിക്കേഷനിലാണ്. ഇതേപോലെ സൂമിൻ്റെ ഒക്കെ വരവ് വന്നു. സൂമിലൂടെയൊക്കെ നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആദ്യം കണ്ണൂർ ജില്ലയിൽ മാത്രം ഉണ്ടായിരുന്ന ടീം ആ സമയത്ത് കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലേക്കും ബിസിനസ് വ്യാപിക്കാൻ തുടങ്ങി. ഗൾഫ് കൺട്രീസിൽ നിന്ന് വരെ പെർഫോമൻസ് ബോണസ് അച്ചീവേഴ്സ് വരെ അന്ന് കോവിഡ് സമയത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. ആ സമയത്താണ് എനിക്ക് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. നമ്മൾ 4-5 ആൾക്കാർ കൂടിയിട്ട് ഓരോ പാർട്ടീഷനായിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചു.
അങ്ങനെ ആ സമയത്ത് തന്നെ എനിക്ക് മാജിക്കൽ ഫിഗർ ആയിട്ടുള്ള 2,10,000 എന്ന് പറഞ്ഞ ആ ഒരു എമൗണ്ട് ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റി. ഇതും കൂടി ആയപ്പോഴേക്ക് പിന്നെ പറയണ്ടല്ലോ, കൂടെയുള്ള നിരവധി ആൾക്കാർ ഇതേപോലെ തന്നെ 2 വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം വെച്ച് പ്രകടിപ്പിച്ചു. അവരെയും അതേപോലെ അച്ചീവ് ചെയ്യിക്കാൻ വേണ്ടി കൂടെ നിന്നു. അങ്ങനെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർ 2 എത്തിയപ്പം എഗെയിൻ എനിക്ക് അടുത്തൊരു വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പറ്റി. ഇന്ന് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് XUV 700 എന്ന് പറഞ്ഞ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള 35 ലക്ഷത്തോളം വില വരുന്ന ഒരു വണ്ടിയിലാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, എൻ്റെ 30 വയസ്സിനുള്ളിലുള്ള പ്രായത്തിൽ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ് ഒന്നും നേടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. എൻ്റെ കുടുംബത്തിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്താ പറയുക, ഒരു സെക്കൻഡ് ഹാൻഡ് ക്രെറ്റ വരെയൊക്കെ എത്താൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വണ്ടി ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല പല ആൾക്കാരുള്ളത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പല ആൾക്കാരും കളിയാക്കിയിട്ടുള്ള ഈ സോപ്പും പേസ്റ്റും വിറ്റിട്ട് എന്താക്കാനാ എന്ന ചോദ്യത്തിന് മുന്നിൽ മറുപടിയായിട്ട് നാട്ടിലും ഒക്കെ ആയിട്ട് ഇപ്പം ഈ ഒരു വണ്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാണ് വീട്ടിലുള്ള അവസ്ഥ. ഇതേപോലെ മാറി മാറി പല വണ്ടികളും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഒന്നും ആയി എന്ന് പറയുന്നില്ല, തീർച്ചയായിട്ടും അടുത്ത ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ലക്ഷ്യം ഇൻഷാ അല്ലാഹ് ഒരു BMW ടാർഗറ്റ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഇതും ഉടനെ തന്നെ അച്ചീവ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഐഡിയുടെ അവസ്ഥ ഇതാണ്. ഏകദേശം 25,000-ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഒരു സോപ്പ് വാങ്ങിച്ചാൽ എനിക്ക് ഒരു 2-3 രൂപ കിട്ടും. ഒരു പേസ്റ്റ് വാങ്ങിച്ചാൽ ഒരു 4-5 രൂപ കിട്ടും. ഇത് പലതുള്ളി പെരുവെള്ളമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും വരും. ഞാൻ ഈ അടുക്ക് ഒരു സ്പീച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബിസിനസ് പ്രമുഖനായിട്ടുള്ള ആൾ സംസാരിച്ച കാര്യം. അതായത് ഒരു 10% ഇന്ത്യയിലെ ജനങ്ങൾ നോക്കുകയാണെങ്കിൽ 140 കോടിയിലധികം ജനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിലൊരു ചുരുങ്ങിയ ശതമാനം ആൾക്കാരെങ്കിലും നമ്മളിലൂടെ ഒരു തീപ്പെട്ടി കൊള്ളിയെങ്കിലും വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കോടീശ്വരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ആകെ 10-15 പ്രൊഡക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം 100-ലധികം പ്രൊഡക്റ്റ് ഉണ്ട്. ഔട്ട്ലെറ്റുകൾ കേരളത്തിലൊന്നും ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നില്ല. കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ പോയിട്ടാണ് തുടക്കത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ടീമിനെ ക്രിയേറ്റ് ചെയ്തത്. ഇന്ന് നമുക്ക് എല്ലാ സ്ഥലത്തും പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും അവരിലൂടെ 100-കണക്കിന് ആൾക്കാർ ഭാവിയിൽ എത്തുന്ന സമയത്ത് നമ്മളില്ലാതെ തന്നെ നടക്കുന്ന ഒരു ബിസിനസ് സിസ്റ്റം ആയിട്ട് മാറും. ഇന്ന് എൻ്റെ ടീമിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 19 അടുത്തുള്ള സീലിംഗ് അച്ചീവേഴ്സ്, ഇവരൊക്കെ ഇന്ന് 2,10,000 വാങ്ങിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ ഒരു നിമിത്തമായിട്ട് മാറി. ഇതൊന്നും എൻ്റെ ടീമിലേക്ക് വരുമോ, അല്ല എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ടീം ഉണ്ടാവും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ ബിസിനസ്സിലേക്ക് വന്നത്. യാദൃശ്ചികമായിട്ട് ഇന്ന് ടീമിൽ നിരവധി അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതിൽ 19 വയസ്സിലുള്ള വ്യക്തിയെ പോലും 2,10,000 അടുപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആള് ഡബിൾ ഐഡിയിൽ സീലിംഗ് അടിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി ആൾക്കാർ പല മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ആളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു. അങ്ങനെ നിരവധി മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ 2,10,000 എത്തിച്ചതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ബീൻ സാറ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇവോൾവ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൊച്ചിയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എഗെയിൻ ഞാനൊരു ടാർഗറ്റ് വെച്ചു, ആ ഒരു പ്രോഗ്രാമിലേക്കും ഇതേപോലെ തന്നെ അച്ചീവറായിട്ട് കയറണം എന്നുള്ളത്. അന്നത്തെ സമയത്ത് എൻ്റെ റാങ്കിൽ We can clearly see that the celebration is on there. State team coordinators category contest. Number 1 position and we have once again taking the name on number 1 for the state team coordinators. We have Mohammed Jasir A on number 2, Umar Obi. ടീമിൽ നിരവധി അച്ചീവേഴ്സിനെ ആ സമയത്ത് 4 വ്യക്തികളെ ഫസ്റ്റ് പൊസിഷനിൽ എടുപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എപ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്പർ 1 വേണ്ടി ശ്രമിക്കാൻ ആൾക്കാർ വളരെ കുറവായിരിക്കും. എന്ത് ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും നമ്പർ 1 വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അത് നമ്മളെ കൊണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം നമ്പർ 1 വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ചാൻസ് നമുക്ക് തന്നെ കിട്ടാനുണ്ടാവും. ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല, നമുക്ക് അതിൽ ലാഭം മാത്രമേ കിട്ടാനുള്ളൂ.
ഇപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ TDS ഫോം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ വർഷത്തെ. ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ വന്നത് പ്രകാരമുള്ള ഏറ്റവും ലാസ്റ്റ് വന്ന ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റിലുള്ള ഒരു TDS ഫോം റിട്ടേണിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഇതിൽ നോക്കുക, എമൗണ്ട് പെയ്ഡ് ക്രെഡിറ്റഡ്, അതായത് ഒരു ക്വാർട്ടറിലെ ഇൻകം 13,65,000 രൂപ ഒരു ക്വാർട്ടറിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഹയസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വാർട്ടറിലെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. ഞാനൊരു പക്ഷേ MBA ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 1-2 വർഷം പണിയെടുത്താൽ കിട്ടുന്ന വരുമാനമൊക്കെയാണ് ഒരു ക്വാർട്ടറിൽ ഇവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ വലിയൊരു അവസരമാണ്. ഇപ്പോഴും ഞാനൊന്നും ആയി എന്ന് പറയുന്നില്ല, ഇതിനേക്കാൾ എത്രയോ മടങ്ങ് വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മുടെയൊക്കെ ലീഡേഴ്സ് ഉണ്ട്. അവരിലേക്കൊക്കെ എത്താനുള്ള ശ്രമത്തിലാണുള്ളത്. തീർച്ചയായിട്ടും എത്താൻ വേണ്ടി പറ്റും. ഇത് വീക്കിലി ഉള്ള 2,10,000 പുറമെ മന്ത്ലി ഉള്ള ബോണസിന്റെ ഒക്കെ സ്ക്രീൻഷോട്ടാണ്. അതായത് 3-4 മാസത്തെ മന്ത്ലി ബോണസ് മാത്രം 10 ലക്ഷത്തിന് മേലെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും എത്താൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും ശക്തമായിട്ട് ഇവിടെ പ്രവർത്തിക്കുക. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. അതായത് ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക. നമ്മൾ ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട്, അതാണ് എപ്പോഴും പറയാനുള്ളത്. ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാണെങ്കിലും അത് അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺഫിഡന്റ് നിങ്ങൾക്ക് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അത്തരത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട്, ഇത് ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് കൂടുതൽ എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു സോ മച്ച്.